മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് ഏത് സിനിമയിലാണെന്ന് ഏത് മലയാളിയോട് ചോദിച്ചാലും പറയുന്ന ഒരു കാര്യമാണ്. 1986 ഇറങ്ങിയ രാജാവിന്റെ മകൻ എന്ന സിനിമയിലാണ് ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് 1984 IV ശശി സംവിധാനം ചെയ്ത് ഇറങ്ങിയ സിനിമയാണ് ഉയരങ്ങളിൽ എന്ന സിനിമ. ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ലാതെ ഒരു വില്ലൻ നായകനായി മാറുന്ന സിനിമയാണ് ഉയരങ്ങളിൽ. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ്. മോഹൻലാലിന്റെ വില്ലനായിട്ടുള്ള പീക്ക് ലെവൽ പെർഫോമൻസ് ഒക്കെ ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പാവമണി നിർമ്മിച്ച് ഈ ചിത്രത്തിന്റെ രചന MT വാസുദേവൻ നായരായിരുന്നു നിർവഹിച്ചത്. മോഹൻലാൽ, നെടുമുടി വേണു, റഹ്മാൻ, കാജൽ കിരൺ, സ്വപ്ന, രതീഷ് എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ കഥയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. തേയിലത്തോട്ടത്തിലെ അമിത ഉത്സാഹിയായ അസിസ്റ്റന്റ് മാനേജറായ ജയരാജൻ കമ്പനിയിൽ നിന്ന് വൻ തുക കൊള്ളയടിക്കാൻ പദ്ധതിയിടുന്നു. കടബാധ്യതയുള്ള 2 കീഴുദ്യോഗസ്ഥരായ ചന്ദ്രനെയും ജോസഫിനെയും അയാൾ തൻ്റെ ഗൂഢാലോചനയിലേക്ക് ആകർഷിക്കുന്നു. മനസ്സിലെങ്കിലും രണ്ടുപേരും അതിന് സമ്മതിക്കുന്നു. എന്നാൽ അവരുടെ ശ്രമത്തിനിടെ കമ്പനിയുടെ മാനേജർ AK മേനോൻ അവരെ കയ്യോടെ പിടികൂടുന്നു. കാര്യങ്ങൾ മറച്ചുവെക്കാൻ മേനോനുമായി ചർച്ച നടത്താമെന്നും പറഞ്ഞ് ജോസഫിനോടും ചന്ദ്രനോടും പുറത്ത് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജയരാജൻ രാത്രി മേനോന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ജയരാജൻ മേനോനെ കൊന്ന് വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. അയാൾ അടുത്ത ദിവസം സാധാരണ രീതിയിൽ പെരുമാറുകയും പോലീസിന് സഹായം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ജോസഫിനും ചന്ദ്രനും കൊലപാതകത്തിൽ കുറ്റബോധം തോന്നുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവരോട് മിണ്ടാതിരിക്കണമെന്നും ജയരാജൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും താമസിയാതെ ജയരാജനെ കമ്പനിയുടെ പുതിയ മാനേജറായി ഉയർത്തുകയാണ്. മേനോൻ തന്നോടുള്ള അശ്രദ്ധമായ പെരുമാറ്റം കാരണം മേനോനെ അതായത് മേനോന് ഒട്ടും താല്പര്യമില്ലാത്ത തൻ്റെ പ്രായം കുറഞ്ഞ വിധവയായ ദേവി സാമ്പത്തിക നടപടിക്രമങ്ങൾക്കായി തോട്ടത്തിലെത്തുന്നു. അതായത് മേനോന്റെ ബാക്കി ഇൻഷുറൻസും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി തോട്ടത്തിലെത്തുന്നു. പത്മ എന്നു പേരുള്ള ഒരു നേഴ്സുമായി ഓൾറെഡി ബന്ധമുണ്ടായിരുന്ന ജയരാജൻ നൈസായി അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഒഴിവാക്കുന്നില്ല, കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ദേവിയെയും നോക്കുകയാണ്. ദേവിയെ വശീകരിക്കുന്നതിലും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലും ജയരാജൻ വിജയിക്കുന്നു. അതിനുശേഷം മേനോന്റെ വിയോഗ ആനുകൂല്യങ്ങൾക്കായി അവൾക്ക് ലഭിക്കാവുന്ന എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും തട്ടിയെടുക്കാൻ ജയരാജൻ പദ്ധതിയിരുന്നു. കുറ്റമറ്റതും സ്വാഭാവികവുമായ പ്രതികരിക്കുന്നതുമായ പെരുമാറ്റം കാരണം, അല്ലെങ്കിൽ സ്വാഭാവികമായി പ്രതികരിക്കുന്ന ആ ഒരു പെരുമാറ്റം കാരണം ജയരാജനെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ജയരാജനെ സംശയിക്കാൻ ഒരിക്കലും ദേവിക്ക് സാധിക്കുന്നില്ല. എങ്കിലും ഇത്രയും കുറ്റമല്ലാത്ത രീതിയിൽ, അതായത് ഇത്രയും പെർഫോം ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ ഏതൊരു പോലീസുകാരനും തോന്നാവുന്ന സംശയം ജയരാജനോട് രവിക്ക് തോന്നുന്നു. രവി എന്ന് പറഞ്ഞ പോലീസുകാരന് തോന്നുന്നു. ഇത്രയും നാള് ആരെയും ഒരു സംശയവും ഇല്ലാതെ നടക്കുകയായിരുന്നു ജയരാജൻ. എന്നാലും എന്തൊക്കെയോ ഒരു കാര്യം ഒരു സംശയം രവിക്ക് ജയരാജനോട് തോന്നുന്നു. രവി ജയരാജന്റെ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുകയും ചില അയഞ്ഞ അറ്റങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ തെളിവൊന്നും ലഭിച്ചില്ല. അതായത് നമ്മുടെ ജയരാജനെ കൊടുക്കാൻ മാത്രമുള്ള ഒരു തെളിവൊന്നും ലഭിച്ചില്ല. പക്ഷേ രവി ജയരാജനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ജയരാജൻ പത്മയും അതുപോലെ തന്നെ ദേവിയുമായിട്ടുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ജോസഫ് ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് തുറന്നു പറയുമോ എന്ന പേടിയിൽ ജയരാജൻ ജോസഫിനെ ഒരു ജീപ്പ് അപകടത്തിലും പത്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് അത് ആത്മഹത്യയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പത്മ തൻ്റെ ബന്ധങ്ങൾക്ക് ഒരു ഭീഷണിയാകുമോ എന്ന് കരുതി പത്മയെയും, അതുപോലെ തന്നെ ഈ കുറ്റബോധം കാരണം ജോസഫ് അങ്ങനെ പറയുമോ എന്ന് പേടിച്ച് ജോസഫിനെയും കൊല്ലുന്നുണ്ട്. ഈ ജീപ്പ് അപകടത്തിലാണ് കൊല്ലുന്നത്. അതുപോലെ തന്നെ എല്ലാവരെയും ഭയപ്പെടുത്തുകയും വിലക്കെടുത്തും തൻ്റെ എതിരാളികളെയൊക്കെ കൂടെ നിർത്തുന്നു. അതിനിടെ തോട്ടത്തിലെ പ്രായമായ ഉടമ തോട്ടം സന്ദർശിക്കുന്നു. ഇളയ മകൾ വാസന്തിക്ക് കമ്പനിയുടെ അവകാശം ലഭിക്കുമെന്നറിഞ്ഞ ജയരാജൻ അവളെയും ആകർഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ദേവി അവന്റെ പദ്ധതികൾക്ക് തടസ്സമായി മാറുകയും വിവാഹത്തിനുള്ള അവളുടെ നിർബന്ധം ദേവിയെയും അവസാനിപ്പിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാനായിട്ട് ജയരാജൻ പോവുകയാണ്. എന്നാൽ ദേവിയെ കൊല്ലുന്നതിന് മുമ്പ് ചന്ദ്രൻ വാസന്തിയെ മേനോന്റെ മരണത്തെക്കുറിച്ചും
അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായ എല്ലാ സംഭവങ്ങളും അതുപോലെ ജയരാജന്റെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇരുവരും പോലീസിനെ വിളിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ തെറ്റ് ചെയ്യുമ്പോഴും ചന്ദ്രനോട് മാത്രം ചെയ്യാതിരിക്കാനുള്ള, അതായത് ചന്ദ്രനെ മാത്രം ഉപദ്രവിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജയരാജന് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയരാജൻ ചന്ദ്രനെ ഒന്നും ചെയ്തിരുന്നില്ല. ആ ഒരു അനുകമ്പയാണ്, ചന്ദ്രനോടുണ്ടായ ആ ഒരു അനുകമ്പ മാത്രമാണ് ജയരാജന് കൊടുക്കുന്നത്. കഥയുടെ അവസാനം ജയരാജൻ മലയുടെ മുകളിലെത്തുന്നു. രവിക്ക് പിടി നൽകാതെ മലയുടെ മുകളിൽ നിന്ന് താഴെ ചാടി മരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് രംഗമായിരുന്നു ഈ പറഞ്ഞത്. അത് ഞാനിങ്ങനെ സിമ്പിളായി പറഞ്ഞു ഒതുക്കിയെന്നുള്ളൂ. അത്രയും ഗംഭീരമായാണ് ലാലേട്ടൻ ആ ഒരു രംഗത്തിൽ ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഉയരങ്ങളിൽ ക്ലൈമാക്സ് എന്ന് മാത്രം യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരിക്കലും തോൽക്കാൻ ഇഷ്ടമില്ലാത്ത, ഒരിക്കലും പോലീസിന് കീഴടങ്ങാൻ താല്പര്യമില്ലാത്ത ഒരു കുറ്റവാളി അവസാനം ചാടി മരിക്കുന്ന ആ ഒരു രംഗം അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതുപോലൊരു ത്രില്ലർ ആ ഒരു കാലത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.